ഹായ് വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിലൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇത് കുറേ മാസങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ. ഏതായാലും റമദാനിന് പുതിയതായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇതിപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പഞ്ചസാര, ചായപ്പൊടി, പിന്നെ ശർക്കരപ്പൊടി ഇതൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്യാനുള്ള ബോട്ടിലുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്, പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിന്. പഞ്ചസാര ഞാൻ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ ധാരാളം മതിയാവും. പക്ഷേ ശർക്കര ഉണ്ടല്ലോ, അതായത് വെല്ലപ്പൊടി, ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. നേരത്തെ ഞാനിത് 3/4 കിലോ കൊള്ളുന്ന ഒരു ബോട്ടിലായിരുന്നു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് അല്പം ചെറുതാണ്, ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യേണ്ട വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. തേങ്ങ ചട്നി ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിൽ പൊരികടല വേണം, അപ്പോൾ അതും ഒരു ബോട്ടിലാക്കുന്നുണ്ട്. പിന്നെ ഇതാ വറ്റൽ മുളകും കൂടെ വെക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 ബോട്ടിൽ എന്ത് ഇടണമെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. എൻ്റെ മോള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിച്ചത്. ഏകദേശം അവൾ 1.5 വർഷമായിട്ടോ ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ പറയാൻ തുടങ്ങിയിട്ട്. അതായത് ഞാൻ ബോട്ടിലുകൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് ഇത് വാങ്ങിക്കാനാണ്. ഇതാകുമ്പോൾ കുറച്ച് സ്ഥലം മതി, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ട് വയ്ക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ ഒരു റാക്ക് തന്നെ അവിടെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ റവ ഇതിൽ കൊട്ടി വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്, ഉറുമ്പ് പെട്ടെന്ന് വരുന്നുണ്ട്. ഞാൻ പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഓട്സ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ കണ്ടെയ്നർ ഉപയോഗിക്കുമ്പോൾ സ്ഥലം ലാഭിക്കാം, റീഫിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ താഴത്തെ കണ്ടെയ്നറിൽ വരും, നമുക്കതെടുത്ത് ഉപയോഗിക്കാം. ഇത് നല്ലൊരു കണ്ടെയ്നറാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കൂടുതലായിട്ടും ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുക കേട്ടോ, അതുകൊണ്ട് അത് വലിയ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. പൊടിയുപ്പ് അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അതൊരു ചെറിയ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. പുളിയും ദാ ഇതുപോലൊരു ഭരണിയിലാക്കി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കാം. ഇതിപ്പോൾ കടലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നതും നല്ല ബോട്ടിലാണ് കേട്ടോ, പക്ഷേ കുറച്ച് കൂടുതൽ എണ്ണ പുറത്ത് വരും. അതുകൊണ്ട് ഞാൻ കുറേ ആയി ഈ ഒരു ടൈപ്പ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ നല്ലത് കണ്ടപ്പോൾ അങ്ങനെ 2-3 വാങ്ങിച്ചതാണ്. സ്പൈസ് ബോക്സും കൂടെ ഞാൻ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും കുറേ ദിവസങ്ങളായിട്ടോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാം കൂടെ മിക്സായി പോയി കഴിഞ്ഞാൽ തനിച്ച് പെറുക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിക്കാതിരുന്നതാണ്. പിന്നെ രാവിലത്തെ തിരക്ക് ആലോചിക്കുമ്പോൾ വിചാരിച്ചു ഒരു പാത്രം തുറന്നു കഴിഞ്ഞാൽ എല്ലാം എടുത്തിടാമല്ലോ, ആ എളുപ്പത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൽ കടുകും ജീരകവും ഉലുവയും ഒരുമിച്ച് വെച്ചിട്ടില്ല കേട്ടോ. എനിക്കറിയാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ഇതിലിപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ കടുക് മാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ മിക്സായാലും പെട്ടെന്ന് എനിക്ക് പെറുക്കി വേർതിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്